Good morning. Good morning, Miss. Good morning, ma'am. Okay. Good morning all. മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വായിക്കാൻ തരുന്ന സമയത്ത് ചോദിക്കണം കേട്ടോ. മ്യൂട്ട് എല്ലാവരും മ്യൂട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡയാലിസിസ് അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഡയാലിസിസ് ഒക്കെ നോക്കി. അപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡയാലിസിസ് എടുക്കുകയാണെങ്കിൽ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കോ. ഇനി advantages of benefits ആണ് നോക്കാനുള്ളത്. The following steps can be helps in increasing effectiveness of your dialysis treatment. നമ്മൾ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നത്? കാരണം ഡയാലിസിസ് എന്ന് പറയുന്നത് എന്തല്ല കിഡ്നി ഫെയിലിയറിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇല്ല. ഡയാലിസിസ് എടുക്കുമെന്ന് വെച്ചിട്ട് കിഡ്നി ഫെയിലിയർ മാറും എന്നല്ല കേട്ടോ നമ്മൾ പറയുന്നത്. ഡയാലിസിസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണ അത്രയും നാൾ വരെയും ആ ഒരു പേഷ്യന്റ് ജീവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിലനിർത്താനായിട്ട് പറ്റും. അപ്പൊ നമ്മള് നല്ല പ്രോപ്പർ ആയിട്ട് നമ്മുടെ എന്താ പറയാ ഈ ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യണം? എഫക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എഫക്റ്റീവ് ആവണമെങ്കിൽ നമുക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു ഡയാലിസിസ് ചെയ്യാനായിട്ട്, ഫോളോ ചെയ്യാനായിട്ട്. നോക്കാം. Complete the treatment as per the recommended schedule. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും ഇന്ന വീക്സിൽ ഇത്ര ഡയാലിസിസ് വേണം, അല്ലെങ്കിൽ ഓരോ വീക്സിൽ ഇത്ര ഡയാലിസിസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ആ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഡയാലിസിസുകൾ എടുക്കാൻ വേണ്ടിയിട്ട്. കസ്റ്റമൈസ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ഡയറ്റീഷ്യൻ. നമ്മൾ ഡയറ്റീഷ്യൻ എവിടെയോ പഠിച്ചിട്ടുണ്ട്. ഡയറ്റീഷ്യൻ ഡിപ്പാർട്ട്മെന്റിലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡയറ്റീഷ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഡയറ്റ് പ്ലാനുകളൊക്കെ കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡയറ്റീഷ്യൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയിലുണ്ട്. അപ്പോ ഈ ഡയറ്റീഷ്യൻ പറയുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ആ ഈറ്റിംഗ് പ്ലാൻ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യാനായിട്ട്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാൻ പാടില്ല. അപ്പൊ അത് അനുസരിച്ച് നമ്മൾ ഡയറ്റീഷ്യൻ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന ഫുഡ് ഇന്ന ടൈമിൽ കഴിക്കണം, ഇത്ര അളവ് എന്ത് ചെയ്യണം? വാട്ടർ കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. Get as much physical activities as possible to improve your strength and heart health. നമുക്ക് എന്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ചെറിയ ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും, നമുക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുവഴി നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തും കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ എന്തെങ്കിലും മെഡിറ്റേഷൻസ് എടുക്കുന്നുണ്ട്, മെഡിസിൻസ് എടുക്കുന്നുണ്ട്, എന്തെങ്കിലും സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡയാലിസിസ് പ്രൊവൈഡർ ആയിട്ട് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പൊ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഭൂരിഭാഗം ആൾക്കാരും ഇപ്പൊ ഡയാലിസിസ് ചെയ്യുന്നുണ്ടാവും. അവർ ചിലപ്പോ ആയുർവേദത്തിന് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടാവും. അപ്പൊ അത് നമ്മൾ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ഡയാലിസിസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യണം ഡോക്ടറോട് നമ്മൾ കാര്യങ്ങൾ പറയണം. എന്നിട്ട് അവരുടെ റെക്കമെൻഡേഷനും കൂടി കൺസിഡർ ചെയ്തതിനു ശേഷം മാത്രമേ ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ ആ മരുന്ന് ഒഴിവാക്കണോ എന്നുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. അതനുസരിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ട്രീറ്റ്മെന്റ് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. Communicate with the dialysis provider and the pharmacist about any medication and supplements of herbal product you are taking or are considering to start. നമ്മൾ എന്തെങ്കിലും മെഡിറ്റേഷൻ എടുക്കുന്നുണ്ട്, ഇപ്പം നമ്മൾ ഓൾറെഡി ഇന്ന മരുന്നിന് മെഡിസിൻ എടുക്കുന്ന ആളാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഡയാലിസിസ് പ്രൊവൈഡറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പൊ ബിപിക്ക് മരുന്ന് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയണം. അതേപോലെ ഹെർബൽ പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നവരുണ്ടാവും. അപ്പൊ ആയുർവേദ മരുന്ന് കഴിച്ചാലോ എന്ന് ചിന്തിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നോ നമ്മൾ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ഡയാലിസിസ് പ്രൊവൈഡറിനോട് പറഞ്ഞ് നമ്മുടെ ഡയാലിസിസ് പ്രൊവൈഡർ കൺഫേം ചെയ്യണം നിങ്ങൾക്ക് കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ബി പിയുടെയും അതേപോലെ ഷുഗറിന്റെയൊക്കെ മരുന്നാണെങ്കിൽ അവരെന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യാൻ പറയും. ഹെർബൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഭൂരിഭാഗം ഹെർബൽ പ്രൊഡക്റ്റും അവോയ്ഡ് ചെയ്യാനാണ് പറയാറ്. കാരണം അമ്മ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന് അത് എന്ത് ചെയ്യാം? സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ അവോയ്ഡ് ചെയ്യാനൊക്കെ പറയും. അപ്പൊ എന്താണ് അത് വേണ്ടാന്ന് വെക്കുകയൊക്കെ ചെയ്യുന്നവർ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരുടെ അഭിപ്രായം നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ.
Talk with the dialysis team about any anxiety or side effect that you may have. നമുക്കില്ലേ ഡയാലിസിസ് ചെയ്തതിന്റെ സൈഡ് എഫക്റ്റ് ആണോ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറിന്റെ സൈഡ് എഫക്റ്റ് ആണോ എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോഴും നമുക്ക് ഒരുപാട് ആൻസൈറ്റി ഉണ്ടാവും. ചില ആൾക്കാർ കേൾക്കുമ്പോ എന്താണ് ഞാൻ അത്ര റിസ്കി ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് വന്നോ, അയ്യോ ഞാൻ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനിക്കെന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരുപാട് ടെൻഷൻ ആയിരിക്കും ചിലവർക്ക്. അവർക്ക് അറിഞ്ഞൂടാ അവരുടെ ജീവൻ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടല്ല, അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ആർക്ക് അറിഞ്ഞൂടാ, ഈ പേഷ്യൻസിന് അറിഞ്ഞൂടാ. അപ്പൊ നമ്മുടെ ഡയാലിസിസ് ടീമിനോട് കാര്യങ്ങൾ അവരുടെ ആൻസൈറ്റീസ് ടെൻഷൻസും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണം. ഇതിന്റെ സൈഡ് എഫക്ട് എന്തെങ്കിലും ആ പേഷ്യന്റിന് തോന്നുന്നാന്ന് വിചാരിക്കുക. ചില സമയത്ത് നമ്മുടെ പീഡി ചെയ്യുമ്പോൾ എന്താണ് വയറിങ്ങനെ വീർത്തൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പീഡി അബ്ഡമൻ ഏരിയയിലാണ് ചെയ്യുന്നത്. അപ്പം ഈ നമ്മുടെ കുടൽ വീക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രീസ് എന്തെങ്കിലും പള്ളി നിൽക്കുന്നതായിട്ടോ സെൽ ചെയ്തിട്ടായിട്ടോ എന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുകയാണെങ്കിൽ അത് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ഡയാലിസിസ് ടീമിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്ത് സൈഡ് എഫക്ട് ഉണ്ടെങ്കിലും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ അവർക്ക് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ് ഈ സൈഡ് എഫക്ട് വന്നത്, ഡയാലിസിസിന്റെ ആണോ ഈ സൈഡ് എഫക്ട് അല്ലെങ്കിൽ അത് കിഡ്നി ഫെയിലിയറിന്റെ സൈഡ് എഫക്ട് ആണോ എന്നാൽ മാത്രമേ അവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് പ്ലാനിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുള്ളൂ. നമ്മൾ നോക്കാൻ പോണത് ആഫ്റ്റർ എഫക്ട്സ് ആണ്. ബോത്ത് കൈൻഡ് ഓഫ് ഡയാലിസിസ് കംസ് വിത്ത് സൈഡ് എഫക്ട്. നമ്മൾ പറഞ്ഞു ഹീമോഡയാലിസിസ് ആവട്ടെ ഡയാലിസിസ് ആവട്ടെ രണ്ടിനും ചെറിയ സൈഡ് എഫക്ട് ഉണ്ട്. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യൂലേ കിഡ്നി ഫെയിലിയറിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഡയാലിസിസ് അത്ര ഡിഫിക്കൽറ്റി അല്ല. ബോത്ത് കൈൻഡ് ഓഫ് ഡയാലിസിസ് കം വിത്ത് സൈഡ് എഫക്ട്. ഇറ്റ് can also be difficult to tell surely whether it is symptoms it is because of dialysis or the kidney failure that is also affecting the body. നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞു കിഡ്നി ഫെയിലിയറിന്റെ സൈഡ് എഫക്ട് ആണോ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ട് വന്ന സൈഡ് എഫക്ട് ആണോ എന്ന് ചിലത് പറയാനായിട്ട് പറ്റില്ല. ചിലത് നമുക്കത് കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റും. ഇന്നതുകൊണ്ടാണ് ആ ഡയാലിസിസ് വരുന്നത്, അല്ല ആ സൈഡ് എഫക്ട് പറയാൻ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ സം ഓഫ് ദി മോസ്റ്റ് കോമൺ effects that people tell include സാധാരണ രീതിയിൽ പേഷ്യൻസ് പറയുന്ന കുറച്ച് സൈഡ് എഫക്ട്സ് ആണ് എന്ത് ചെയ്യണത് നമ്മളിപ്പോ പറയാൻ പോണേട്ടോ. ഇനി ഫസ്റ്റ് HDയുടെ കാര്യമാണ്. ഹീമോഡയാലിസിസ് എന്തൊക്കെ വന്നേ നോക്കാം. സ്റ്റോപ്പേജ് ഇൻ യുവർ വസ്കുലാർ ആക്റ്റീവ് സൈറ്റ്. നമ്മൾ വസ്കുലാർ ആക്റ്റീവ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ എവിടെയാണ് ആർട്സിലോ അല്ലെങ്കിൽ ലെഗ്സിലോ ഒക്കെ വസ്കുലാർ ആക്റ്റീവ് സൈറ്റ് ആ എൻട്രൻസ് സൈറ്റിൽ എന്തെങ്കിലും സ്റ്റോപ്പേജ് വന്നിട്ടുണ്ട്, അത് ബ്ലഡ് എന്തെങ്കിലും പുറത്തേക്ക് വന്നില്ല അല്ലെങ്കിൽ തിരിച്ചു കയറുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ അത് നമ്മൾ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ഡയാലിസിസ് ടീമിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ കൈക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലെഗിലേക്ക് ഈ മസ്കുലർ ആക്റ്റീവ് സൈറ്റ് മാറ്റാറുണ്ട്, എന്നിട്ട് ഡയാലിസിസ് ചെയ്യാറുണ്ട്. മസ്കുലർ സ്പാർക്സ് പേശി വലിവുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ അത് പറയണം ഡയാലിസിസ് ടീമിനോട്. ഹൈപ്പർ ടെൻഷൻ ബ്ലഡ് പ്രഷർ എന്ന് വെച്ചാല് ഹൈപ്പർ എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക് എന്താണ് ബ്ലഡ് പ്രഷർ കൂടുതൽ. ഈ ഹൈപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കുറവ് സംഭവിക്കും, ടെൻഷൻ കുറഞ്ഞു പോകും, പ്രഷർ കുറഞ്ഞു പോകും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ പേഷ്യൻസിന് പെട്ടെന്ന് പ്രഷർ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ലോ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. വീക്ക്നെസ്, ഡിസീസ്നെസ് എന്ന് വെച്ചാൽ തലകറക്കം, ഒരു നോഷ എന്ന് വെച്ചാൽ ഓക്കാനം, തലകറക്കം. ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പേഷ്യന്റിനെ ഭൂരിഭാഗം പേഷ്യന്റിനെയും എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ട്രീറ്റ് ചെയ്യാറ്, ഡയാലിസിസ് ചെയ്യിപ്പിക്കാറ്. ഹീമോഡയാലിസിസ് തന്നെ ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് ഒരുപാട് സൈഡ് എഫക്ട് ഏത് ടൈമിൽ തോന്നാറുണ്ട്. ഈ ഡയാലിസിസ് ഹീമോഡയാലിസിസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, അനുഭവിക്കാറുണ്ട്. അതുകൊണ്ട് അതിന്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ബ്ലഡ് ലോസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അതിന്റെ റിസ്ക് കുറയ്ക്കാനായിട്ട് നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ്, ഹോസ്പിറ്റൽസിലാണ് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, എമർജൻസി ആയിട്ട് നമുക്കത് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതുകൊണ്ടാണ് ഹീമോഡയാലിസിസ് ഇത്തിരി റിസ്ക് കൂടുതലാണ്. ഹീമോഡയാലിസിസ് എവിടെ പ്രിഫർ ചെയ്യുന്നത്? ഹോസ്പിറ്റൽസിൽ പ്രിഫർ ചെയ്യുന്നത്. ഇനി പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് വേണ്ടത് ഹെർണിയാണ്. നമ്മുടെ എന്താ പറയാ, നമ്മുടെ ചെറുകുടല് സാധാരണ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമേജിൽ കാണുന്ന പോലെ നമ്മുടെ അബ്ഡമൻ ഏരിയസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫീഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കുടൽ വീക്കം അല്ലെങ്കിൽ കുടൽ ഇങ്ങനെ തള്ളി തരുന്ന ഒരു പ്രവണതയൊക്കെ കാണാറുണ്ട്.
വീക്ക്നെസ് ഇൻ യുവർ അബ്ഡമൻ മസിൽസ്, നമ്മുടെ അബ്ഡമൻ മസിൽസിന്റെ വീക്ക്നെസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓഫ്റ്റൻ പ്രസന്റിങ് ആസ് എ ലൂംസ് ഓർ സ്വെല്ലിംഗ് ആണ്. ചില സമയത്ത് ലൂംസ് ഇങ്ങനെ മുഴകൾ പോലെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ ചിലപ്പോ ഈ ചില ആൾക്കാരുടെ പൊക്കിൾക്കൊടിയുടെ ആ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ കുറച്ചും കൂടി സെൽ ചെയ്തിട്ടും നമ്മുടെ കുടൽ വീക്കം അല്ലെങ്കിൽ കുടൽ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ചെറുകുടലാണ് മെയിൻ ആയിട്ട്. കാരണം എപ്പോഴും നമ്മൾ ഈ ഡയാലിസിസ് ചെയ്യണ എവിടെയാണ്, ഈ ഒരു അബ്ഡമൻ ഏരിയയിലാണ്. അപ്പൊ അവിടുത്തെ മസിൽസിന് ആ ഒരു നമുക്ക് പ്രോപ്പറായിട്ട് പിടിച്ചു നിർത്താനായിട്ട് പറ്റണമെന്നില്ല. അപ്പൊ അതിൽ വീക്കം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വയറ് വീർത്ത് വരാനുള്ള ചാൻസ് ഒക്കെ ഇതിലുണ്ട്, പീഡിയിലുണ്ട്. വെയിറ്റ് ഗെയിൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സാധാരണ മുമ്പ് ഡയാലിസിസിന് മുമ്പുള്ള വെയിറ്റിനേക്കാളും കൂടുതൽ ഇപ്പൊ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, വെയിറ്റ് ഗെയിൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നോക്കാം. ഈവൻ ത്രൂ ദീസ് ആഫ്റ്റർ എഫക്ട്സ്, നമ്മളിപ്പോ പറഞ്ഞതൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആണെങ്കിൽ പോലും മേ സൗണ്ട് ടെറിഫൈങ്, ഈ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ നമുക്ക് ഭയപ്പെടുത്തുന്നതാണെങ്കിൽ പോലും they should be compared to the risk that arise from continuing to live with the untreated kidney failure. നമ്മൾ കിഡ്നി ഫെയിലിയർ ട്രീറ്റ് ചെയ്യാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഡയാലിസിസ് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് കുറച്ച് നാളെങ്കിലും ആ പേഷ്യൻസിന്റെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ജീവൻ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് എന്ത് പറ്റും, കുറച്ച് നാളത്തേക്കാണെങ്കിൽ പോലും നമ്മുടെ പേഷ്യൻസിന്റെ ജീവൻ എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ആയിട്ട് എന്താ പറയാ, കുറച്ച് നാളത്തേക്ക് ആ ട്രാൻസ്പ്ലാന്റ് ചെയ്യണ ആ ഒരു കാലയളവിലേക്ക് വേണ്ടി ആണെങ്കിൽ പോലും നമുക്ക് ആ പേഷ്യൻസിന് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ജീവൻ പിടിച്ചു നിർത്താൻ പറ്റും. ഇന്ന് അതുകൊണ്ട് ഒരുപാട് വ്യക്തികൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വ്യക്തികളുടെ ജീവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പിടിച്ചു നിർത്താൻ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡോണറിനെ കിട്ടണ വരെയെങ്കിലും നമുക്ക് അവർക്കുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. എന്ന് വെച്ചാല് ഇത് സൈഡ് എഫക്റ്റ് ഉണ്ട്, ഡയാലിസിസിനൊന്നും സൈഡ് എഫക്റ്റ് ഇല്ലാന്നല്ല, സൈഡ് എഫക്റ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ അവർക്ക് കാര്യങ്ങൾ പറയാം. നിങ്ങൾ കിഡ്നി ഫെയിലിയർ ആയിട്ട് അൺട്രീറ്റ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് മരണപ്പെടും. എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിന് പറയാം. ഞങ്ങളുടെ വീട്ടിലെടുത്ത് തൊട്ടടുത്തായിട്ട് ഒരു ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ചേട്ടനെ ഭയങ്കര കമ്പനിയായിരുന്നു. ആ ചേട്ടനായിട്ട് എല്ലാ ദിവസവും
ചെറിയ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്, ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് നെറ്റ് കട്ടായതാണ്. കുഴപ്പമൊന്നുമില്ല, ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? രണ്ട് ഡയാലിസിസ് ആയാലും സൈഡ് എഫക്റ്റ് ഉണ്ട്. കിഡ്നി ഫെയിലിയറിന് അല്ലെങ്കിൽ നമ്മൾ കിഡ്നി ഫെയിലിയർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നേക്കാളും നല്ലതായിട്ട് അല്ലെങ്കിൽ അത്രയും റിസ്ക് കുറവാണ് ഡയാലിസിസ് നമ്മൾ പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത്. അപ്പൊ ആ ഒരു വ്യക്തി എന്ത് ചെയ്തില്ല, ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്തില്ല. അവരെന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അസുഖം മാറുമെന്ന് പറഞ്ഞ് പ്രാർത്ഥന പറയും. ലാസ്റ്റ് എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നി ഫുള്ളും തകരാറായി. അദ്ദേഹത്തിന്റെ ബാക്കി എല്ലാ അവയവങ്ങളും പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്തു. അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിഡ്നി ഫെയിലിയർ ആകുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അത് മാറും എന്നുള്ള പ്രതീക്ഷയിലല്ല നമ്മൾ എന്ത് ചെയ്യണത്, ഡയാലിസിസ് ചെയ്യണമെങ്കിലും നമ്മുടെ ജീവൻ അത്ര നാളത്തേക്കാണെങ്കിലും കുറച്ച് നാളത്തേക്കാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് ആരെ കൊണ്ട് പറ്റും, ഈ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് കൊണ്ട് പറ്റും. നിങ്ങൾ വായിച്ചു നോക്കിയേ പോർഷൻ, ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കിയിട്ട് ഒന്ന് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. വായിച്ചു നോക്കിയ എല്ലാവരും. വായിച്ചു നോക്കിയാ നിങ്ങളുടെ മെസ്സേജ് അയക്കാത്തെ? ഞാൻ പറയണത് കേൾക്കാലോ എല്ലാവർക്കും? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ. ഹെർണിയ എന്ന് പറഞ്ഞ അസുഖം നമ്മുടെ കുടലിറക്കമാണ്. സാധാരണ രീതിയിൽ അതൊരാൾക്ക് ചോദിക്കും, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുടലിറക്കം എന്നാണ് അസുഖത്തിന് പറയുന്നത്. സാധാരണ കണ്ടുവരുന്നത് നമ്മൾ ഡയാലിസിസ് PD ചെയ്യുന്ന പേഷ്യൻസിനാണ് ഹെർണിയ കൂടുതലായിട്ട് ബാധിച്ചതായിട്ട് കണ്ടുവരുന്നത്. നമ്മുടെ വയറിന്റെ ആ ഒരു ഭാഗത്ത് നമ്മുടെ ചെറുകുടലിന്റെ ആ പേശിയുടെ ബലമില്ലേ, നമുക്കിപ്പോ വയറിന്റെ എല്ലാ ഓർഗൻസും, നമ്മുടെ അബ്ഡമൻ ഏരിയയിലുള്ള എല്ലാ ഓർഗൻസും ഈ ഒരു മസിലിന്റെ അബ്ഡമൻ, ഈ മസിലിന്റെ ഒരു ഇതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്, പ്രോപ്പറായിട്ട് നിൽക്കുന്നത്. അപ്പൊ പക്ഷെ കുടലിറക്കം വരുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആ പേശികളും കുറഞ്ഞു വരും. അങ്ങനെയാണ് ഈ കുടലിറക്കം പറയണ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പേഷ്യന്റ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. സാധാരണയായിട്ട് PDയിലാണ് കാണാറ്. ഹീമോഡയാലിസിസ് ആ ഒരു സൈഡ് എഫക്ട് ഇല്ല. ഹീമോഡയാലിസിൽ ചെറിയ സൈഡ് എഫക്റ്റുകൾ കൂടുതൽ എതിരാണ് ഹീമോഡയാലിസിസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണ്? ഡയാലിസിസ് സെന്റേഴ്സ് ആണ്. ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ് ദ പേഷ്യന്റ് വിത്ത് റെനൽ ഫെയിലിയർ. കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ഒരു പേഷ്യൻസിന് ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെന്റർ ആണ്. വേറെ അസുഖമായിട്ടുള്ളവരൊന്നും ഡയാലിസിസ് സെന്ററിൽ ട്രീറ്റ്മെന്റ് വരില്ല. Sometimes the patients with normal renal function also need hemodialysis, like a patient with some poisoning. ചില പേഷ്യൻസിന് പോയിസണിങ് ഒക്കെ ഏറ്റ പേഷ്യൻസ് അല്ലെങ്കിൽ പാമ്പുകടി ഏറ്റ പേഷ്യൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡയാലിസിസ് ഫങ്ഷൻസ്, റെനൽ ഫങ്ഷൻസ് നോർമൽ ആയിട്ടുള്ള പേഷ്യൻസിന് പോലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഹീമോഡയാലിസിസ് എടുക്കേണ്ടി വരും. അപ്പോഴും നമ്മൾ ഇവിടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. The dialysis center may act neither or both inpatient and outpatient, on the medical facility and type. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ഇൻപേഷ്യന്റ് ആയിട്ടുള്ളത് അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിനുള്ള ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത്ര ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, അഡ്മിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യണം. ഔട്ട് പേഷ്യന്റ് ചിലപ്പോൾ രാവിലെ വന്നിട്ട് ഈവനിങ് പോകാം, അല്ലെങ്കിൽ അങ്ങനത്തെ പേഷ്യൻസ് ഉണ്ടാവുമല്ലോ ഔട്ട് പേഷ്യന്റ്. നമ്മൾ കൂടുതൽ ഔട്ട് പേഷ്യന്റിനെ കുറിച്ച് പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ ട്രീറ്റ്മെന്റ് ആര് പ്രൊവൈഡ് ചെയ്യാറുണ്ട്? ഡയാലിസിസ് സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്.
rely on medical facility type and may provide self-dialysis training. അതേപോലെ പെറ്റിയും ഡയാലിസിസിന് നമ്മൾ വീട്ടിൽ വെച്ച് അത് ചെയ്യാൻ പറ്റും, അതിന്റെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടായിരുന്നു PD. അപ്പൊ അത് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ആ പേഷ്യന്റിന് അതിനെ ട്രെയിനിങ് അല്ലെങ്കിൽ പേഷ്യന്റിനെ കെയർ ചെയ്യുന്ന കെയർ ടേക്കർക്ക് അതിന്റെ ട്രെയിനിങ് ഒക്കെ കൊടുക്കാറുണ്ട് എവിടെ ഡയാലിസിസ് സെന്ററിൽ. ഈ ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സ് ആണ് പറയുന്നത്. ഡയാലിസിസ് ചെയ്യുന്ന ഏരിയ എപ്പോഴും എയർ കണ്ടീഷണർ ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം അവർക്ക് പെട്ടെന്ന് വീക്ക് കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ പെട്ടെന്ന് വീക്ക് ആവും. ചില ആൾക്കാർക്ക് തലകറക്കം സംഭവിക്കും, ചിലർക്ക് ഓക്കാനം, അതേപോലെ ബ്ലഡ് ലോസ് ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ തലകറക്കൊക്കെ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് എത്താനുള്ള ബ്ലഡ് എത്താത്തത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി എയർ കണ്ടീഷനിങ് ആയിട്ടുള്ള ഏരിയയിലാണ്, അത്യാവശ്യം വായു കയറുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ കുറച്ചൊരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. ഈച്ച് മെഷീൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് adequate area to permit easy movement of persons and requisition equipments whenever needed. അപ്പോ സാധാരണ രീതിയിൽ ഇപ്പം എന്താ പറയണത്, ഈ സെൻട്രൽ ഏരിയയിൽ ഈ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഈ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവൈലബിൾ ആയിട്ട് വെക്കണം. കാരണം ഏത് പേഷ്യന്റ് ആണ് ഏത് ടൈമിലാണ് അബോധാവസ്ഥയിലേക്ക് പോകണമെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റൂല. അപ്പൊ നമുക്ക് പുനർജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് വെച്ചാൽ CPR കൊടുക്കാനുള്ളത്, അതേപോലെ എന്താ പറയാ നമുക്ക് ആവശ്യമുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഈ ഡയാലിസിസ് ഏരിയയില് സെൻട്രൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയാലിസിസ് എവിടെ ഏത് പേഷ്യന്റ് ആണോ വീക്ക് ആയിട്ട് തോന്നുന്ന ആ പേഷ്യന്റിന്റെ അടുത്തേക്ക് വേഗം ഈ എക്യുപ്മെന്റ്സ് എത്തിക്കാൻ പറ്റണം, മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. The layout must have facility for safeguarding patient privacy. അപ്പൊ നമുക്ക് പേഷ്യൻസിന് രോഗികളുടെ സ്വകാര്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഐസൊലേഷൻ റൂമുകൾ, ചില പേഷ്യൻസ് കുറച്ച് റിസ്കി ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. അപ്പം അവർ ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂമുകളിൽ നമ്മൾ എന്ത് ചെയ്യാം, ട്രീറ്റ്മെന്റ് കൊടുക്കാം. ഇപ്പൊ എലിപ്പനി ബാധിച്ച പേഷ്യൻസ് അല്ലെങ്കിൽ ഡെങ്കു ഫീവർ ബാധിച്ച് അവരുടെ കിഡ്നി ഫങ്ഷൻസ് ഒക്കെ സ്റ്റോപ്പ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് ഡയാലിസിസ് ഏരിയയിൽ കൊണ്ടുപോയി ഡയാലിസിസ് ചെയ്യുക, ഐസൊലേഷൻ റൂം പ്രൊവൈഡ് ചെയ്യാം. There should be distinct area for dialyzing the patient with the condition that needed isolation. ഐസൊലേഷൻ ആവശ്യമുള്ള പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യാം, ഐസൊലേഷൻ ഏരിയയിൽ ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യാം. Distributed to guarantee safety to the patient and the staff in dialysis home. അത് കോമൺ ആയിട്ട് ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന്റെ ഒപ്പം ഈ ഐസൊലേഷൻ ആവശ്യമുള്ള പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്യരുത്. കാരണം ബാക്കിയുള്ള എല്ലാവരും ഈ ഡയാലിസിസ് ചെയ്യുന്ന എല്ലാ പേഷ്യൻസും അത്യാവശ്യം വീക്ക് ആയിട്ടുള്ളവരാണ്. അവർക്ക് ഇമ്മ്യൂണിറ്റി അത്ര ഭയങ്കര ഇമ്മ്യൂണിറ്റി ഒന്നും ഇല്ല, സാധാരണ അത്യാവശ്യം വീക്ക് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയല്ലേ, ഒരു വീക്ക് ആയിട്ട്. ഈ പേഷ്യന്റ് നമ്മൾ ഡയാലിസിസ് റൂമിലാണ് ട്രീറ്റ്മെന്റ് കൊടുക്കണം, മറ്റുള്ള പേഷ്യൻസിന് അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. പേഷ്യൻസിന് മാത്രമല്ല സ്റ്റാഫുകൾക്കും ഡയാലിസിസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു പേഷ്യന്റിനെ മാത്രം ഐസൊലേറ്റ് ചെയ്യാം, എന്നിട്ട് ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യാം. സേഫ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് അയാൾ ഡയാലിസിസ് ചെയ്യാം. സേഫ് ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഈ സ്റ്റാഫ് ഡയാലിസിസ് ചെയ്യുന്ന സ്റ്റാഫ് ആയാലും സേഫ്റ്റി മെഷേഴ്സ് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. This area should have free water supply and drainage facilities. നമ്മളിപ്പോ ഈ പേഷ്യൻസിന് ട്രീറ്റ് ചെയ്യുന്ന ഏരിയയിൽ പ്രോപ്പർ ആയിട്ടുള്ള വാട്ടർ സപ്ലൈയും അതേപോലെ ഡ്രൈനേജ് ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. The dialysis center shall exhibit signage which shall be leased to language signage. Sorry, signage എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻ ബോർഡ്സ്, ഇന്ന ഡയാലിസിസ് ഇന്ന രീതിയിലാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്നതാണ്, ഇന്ന കാര്യങ്ങളാണെന്ന് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ 2 ലാംഗ്വേജസിലാണ് പറയുന്നത്. 2 ലാംഗ്വേജസിൽ അത് വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ പേഷ്യൻസിനും പേഷ്യൻസിന്റെ കൂടെ ഉള്ളവർക്കും വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ സൈൻ ബോർഡ്സുകൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഡയാലിസിസ് സെന്ററിന്റെ അകത്തോ എവിടെയാണോ ചെയ്യുന്ന സ്ഥലത്ത് എക്സിബിറ്റ് ചെയ്യാം. കൂടുതൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. സൈഡ് എഫക്ട്സ് വേണമെങ്കിൽ കൊടുക്കാം, സൈൻ ബോർഡ്സ് കൊടുക്കാം. ആദ്യം ഇന്ന സ്റ്റെപ്പാണ്, അത് കഴിഞ്ഞിട്ട് ഇന്ന സ്റ്റെപ്പാണെന്നുള്ള സൈൻ ബോർഡ്സുകൾ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. നമ്മൾ ഹോസ്പിറ്റൽസിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആ ഒരു അഡ്മിനിസ്ട്രേഷൻ കുറെ കാര്യങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രോപ്പർ ആണോ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വെരിഫൈ ചെയ്യേണ്ടതായിട്ട് വരുന്നു. നോക്കാട്ടോ, ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്, വേർഡുകൾ എന്തെങ്കിലും മാറിയിട്ടുണ്ട്, ചിലതിന്റെ ഈ ഒരു പാരഗ്രാഫിലുണ്ട് ചെറിയ മിസ്റ്റേക്ക്. ഞാൻ പറയുമ്പോൾ അതൊന്ന് റെക്ടിഫൈ ചെയ്യാം. A patient and his or her representative or relative have the following rights with
regarded to the dialysis center. താഴെ പറയുന്ന കാര്യങ്ങളിൽ ആർക്കും ഡയാലിസിസ് സെന്ററിലുള്ള പേഷ്യൻസിന്റെ റെപ്രസെന്റേറ്റീവ്സിനും കുറച്ച് റൈറ്റ്സ് ഉണ്ട്. അതാണ് പറയുന്നത് കേട്ടോ. Provide ample information about the nature, causes of illness, proposed investigation and care, expected result of treatment, like complications. നമ്മൾ ആ പേഷ്യന്റിനോടും പേഷ്യന്റിന്റെ കൂടെ ഉള്ളവരോടും റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവിനോടോ നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഡയാലിസിസ് ചെയ്യുന്നത്, അതേപോലെ ഡയാലിസിന്റെ കോസ് ഓഫ് ഇൽനെസ് പറയണം. എന്തുകൊണ്ട് ഞാൻ എന്തിന്റെ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ പേഷ്യന്റിന്റെ 50% മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, ഒരു 50% അല്ലെങ്കിൽ 10% എന്ത് ചെയ്യുന്നുള്ളൂ, വർക്ക് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഡയാലിസിസ് പ്രിഫർ ചെയ്യണത്. ഞാൻ ഇന്ന ഡയാലിസിസ് ആണ് പ്രിഫർ ചെയ്യണത്. ഇന്ന് ഡയാലിസിസ് എടുത്തു എന്ന് വെച്ചിട്ട് നമുക്ക് കിഡ്നി ഫെയിലിയർ ഫുൾ ആയിട്ട് പരിഹരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതേപോലെ ഡയാലിസിസ് എടുക്കുമ്പോൾ ഇന്ന ഡയാലിസിസ് ഇന്ന കോംപ്ലിക്കേഷൻ ആണ് എന്ന് വ്യക്തമായിട്ട് ആരോട് പറഞ്ഞു കൊടുക്കുക, നമ്മുടെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനോടും അതേപോലെ പേഷ്യന്റിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു നോ ദ ബിൽ, സോ എക്സ്പെക്ടഡ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഡിസ്കസ്ഡ് ബിഫോർ ട്രീറ്റ്മെന്റ്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇന്ന ഡയാലിസിസ് ആണ്, ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന ട്രീറ്റ്മെന്റ് വരും, അപ്പൊ ഇന്ന ബില്ലായിരിക്കും വരുന്നത്. നിങ്ങൾ ഇവിടെ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് അഡ്മിറ്റ് ആവേണ്ടതായിട്ട് വരികയാണെങ്കിൽ റൂം റെന്റ് ഇത്രയായിരിക്കും, മെഡിസിൻസിന് ഇത്ര എമൗണ്ട് വരും എന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ അവർക്ക് ഇവിടെ ആപ്റ്റാണോ എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. To inform the consent prior to specific test and treatment. എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് മുമ്പോ സ്പെസിഫിക് ആയിട്ടുള്ള കൺസേൺഡ് ആരുടെ കയ്യിൽ നിന്ന്, പേഷ്യന്റിന്റെ കയ്യിൽ നിന്നും പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്ന കൺസെന്റ് സൈൻ ചെയ്ത് വാങ്ങിക്കാം. നമ്മളിപ്പോ പറഞ്ഞു ഹീമോഡയാലിസിസിലൊക്കെ നമ്മൾ ചെറിയ സർജറി, മൈനർ സർജറി ഒക്കെ ചെയ്യുന്നുണ്ട്. അത് സർജറിക്ക് മുമ്പ് അവരിൽ നിന്നുള്ള കൺസെന്റ് നമ്മൾ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ടും സൈൻ ചെയ്ത് വാങ്ങിക്കണം. കാരണം റിസ്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആര് ചോദിച്ചിട്ടാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ആര് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ക്ലിയർ ആയിരിക്കണം, നമ്മുടെ ഭാഗത്ത് റിസ്ക് ഒന്നും പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺസെന്റ് മുൻകൂട്ടി സൈൻ ചെയ്ത് വാങ്ങിക്കണം. ടു സീക്ക് ദ സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രം ആൻഡ് പ്രോപ്പർ ക്ലിനിക്കൽ ഓഫ് ദ പേഷ്യന്റ് ചോയ്സ്. നമ്മുടെ പേഷ്യന്റിന് നമ്മള് ഫിസിഷ്യൻ പറഞ്ഞത് മനസ്സിലായോ. അപ്പൊ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം എന്നുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ എല്ലാ റെക്കോർഡും എല്ലാ ഇൻഫർമേഷനും നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം, പേഷ്യന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യണം, പേഷ്യന്റിന് കൈമാറണം. കാരണം അവർക്ക് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനുള്ള ഒരു ചാൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. വേറൊരു ഡോക്ടറെ കാണാനോ വേറൊരു ഹോസ്പിറ്റലിൽ കാണിക്കാനോ അവർക്ക് കൊടുക്കാം, ഒരു ചാൻസ് കൊടുക്കാം. പേഷ്യന്റ് ചോയ്സ് വിത്ത് ദ റെക്കോർഡ് ആൻഡ് ഇൻഫർമേഷൻ ബീങ് പ്രൊവൈഡ് ബൈ ട്രീറ്റിംഗ് ഹോസ്പിറ്റൽ. നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഹോസ്പിറ്റല് ഈ ഇൻഫർമേഷൻസ് ഒക്കെ ആർക്കും കൊടുക്കാം, നമ്മുടെ പേഷ്യന്റിന് കൊടുക്കാം. ടു കീപ് പ്രൈവസി, ഹ്യൂമൻ ഡിജിറ്റി ഡ്യൂറിംഗ് ദ ട്രീറ്റ്മെന്റ്. അതേപോലെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാം, പേഷ്യൻസിന്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി നമ്മുടെ പേഷ്യൻസ് ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, അവർക്ക് അവരുടേതായ റൈറ്റ്സ് ഉണ്ട്. നമ്മൾ അവരെ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കാം. അവരെ കംഫർട്ടബിൾ ആക്കിയിട്ട് വേണം നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ. No discrimination about the treatment and behavior on the basis of diseases like HIV. HIV ഒക്കെ ഉള്ള പേഷ്യൻസിന് നമ്മൾ കുറച്ച് എന്താ പറയാ മാറ്റി നിർത്താനോ അങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണിക്കരുത്. അവരോട് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചും കൂടി സേഫ്റ്റി മെഷേഴ്സ് എടുക്കാനുള്ള അല്ലാതെ മറ്റുള്ള പേഷ്യൻസിൽ നിന്ന് ഇവരെ വേർതിരിച്ച് കാണാൻ പാടില്ല. നമ്മളുടെ പേഷ്യൻസ്, നമ്മുടെ മുമ്പിൽ വരുന്ന പേഷ്യൻസ് എല്ലാവരും ഓരോ പോലെയാണ്. പല പല അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി വരണം. ഇനി ഐസൊലേഷൻ വേണ്ട പേഷ്യൻസ് ആണെങ്കിൽ ഐസൊലേഷൻ കൊടുക്കാം, അല്ലാതെ നമ്മൾ ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല. ഹോസ്പിറ്റലിൽ നിങ്ങളെ പോലത്തെ പേഷ്യൻസിന് ഇവിടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യില്ല എന്ന് പറയാനായിട്ട് പാടില്ല. To try to find the right result in case of grievance based on the service provided by the establishment. നമ്മുടെ ഹോസ്പിറ്റൽസ് എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്തതിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ റെഡ് റെസൽ പരിഹാര കമ്മിറ്റികൾക്ക് കേസ് കൊടുക്കാനായിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ള കേസ് കൊടുക്കാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്, നമ്മുടെ പേഷ്യൻസിനും അവരുടെ റെപ്രസെന്റേറ്റീവ്സിനും ഉണ്ട്. ഇനി പേഷ്യൻസിന് ഇത്രയും റൈറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കാരണം എന്തൊക്കെയാണ് പറഞ്ഞത്, പേഷ്യൻസിന് ആ അസുഖത്തിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ വേണം, ഏത് ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നത്, എന്തുകൊണ്ട് ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നു, ഇനി അതിന്റെ കോംപ്ലിക്കേഷൻ മുൻകൂട്ടി അറിയാനുള്ള അധികാരമുണ്ട്. പേഷ്യൻസിന് ബിൽ എമൗണ്ട് എത്രയാന്നുള്ള അധികാരമുണ്ട്. പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് കൺസെന്റ് വാങ്ങിയതിനു ശേഷം മാത്രമേ സർജറി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ.
പേഷ്യൻസിന് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും, പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യണം. ഡിസ്ക്രിമിനേഷൻ പാടില്ല. എല്ലാ പേഷ്യൻസിനും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ എച്ച് ഉള്ള പേഷ്യന്റ് ആണെന്ന് പറഞ്ഞ് അവര് എന്ത് ചെയ്യാൻ ട്രീറ്റ്മെന്റ് നിരസിക്കാനായിട്ട് പാടില്ല. ഇനി എന്തെങ്കിലും കംപ്ലൈന്റോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിന് കേസ് കൊടുക്കാനുള്ള ഗ്രാവിനെസിനുള്ള റെഡ്രസൽ ഫോറംസ് ഉണ്ട്. അവിടെ കേസ് കൊടുക്കാനായിട്ട് അവര് അനുവദിക്കണം. ഇനി പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ പേഷ്യൻസിന് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്തൊക്കെയാണ്? പ്രൊവൈഡ് ഇൻഫർമേഷൻ. പേഷ്യൻസ് നമ്മളോട് കാര്യങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അസോസിയേറ്റ് വിത്ത് ദ ഡോക്ടർ ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. പേഷ്യൻസിന് സഹകരണം വേണം. പേഷ്യൻസിന് ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഒരു സഹകരണം ഇല്ലാത്തൊരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവരായിട്ട് പ്രോപ്പർ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് പോകാനായിട്ട് പറ്റില്ല. ഒബേ ഓൾ ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ എന്ത് ചെയ്യണം? ഇവർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാ ഇൻസ്ട്രക്ഷൻസും എന്ത് ചെയ്യണം? പാലിക്കണം. ഡോക്ടർ പറയുന്ന രീതിയിലായിരിക്കണം ഫുഡ് കഴിക്കേണ്ടത്. കുറച്ച് ഇൻസ്ട്രക്ഷനിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്താലാണ് പേഷ്യൻസ് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്. ഇൻസ്ട്രക്ഷൻ റിക്വയർമെന്റ്സോ എന്തോ ഇൻസ്ട്രക്ഷന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ മുമ്പ്. അഡ്വാൻറ്റേജസും ബെനിഫിറ്റ്സും ഇങ്ങനെ കാര്യങ്ങൾ എടുത്താൽ മാത്രമാണ് പേഷ്യൻസിന് പ്രോപ്പർ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പാലിക്കുക കേട്ടോ. ബൈ ഓൾ ഇൻസ്ട്രക്ഷൻ. എല്ലാ ഇൻസ്ട്രക്ഷൻസും എന്ത് ചെയ്യണം? പാലിക്കണം. പേ ഹോസ്പിറ്റൽ എഗ്രീഡ് ഫീസ് ഓൺ ടൈം. കറക്റ്റ് ടൈമിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പറയണം ഫീ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ പേ ചെയ്യേണ്ടി വരും. റെസ്പെക്ട് നൊബിലിറ്റി ഓഫ് ദ ഡോക്ടർ ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. നമുക്ക് എന്ത് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് തരുന്ന ഡോക്ടേഴ്സിന്റെ എന്താ പറയാ നൊബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. അവരെ റെസ്പെക്ട് ചെയ്യണം. അതേപോലെ അവരെ മാത്രമല്ല നമ്മുടെ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, പേഷ്യൻസ് അല്ല ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡയാലിസിസ് സെന്ററിലുള്ള സ്റ്റാഫുകളെ, ഡയാലിസിസ് കൈകാര്യം ചെയ്യുന്ന ആ സ്റ്റാഫുകളെ നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. അവരെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കുലീനത എന്നാണ് നൊബിലിറ്റിയുടെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ്. കുലീനത വെച്ചാൽ നല്ലൊരു ബിഹേവിയർ ആയിരിക്കും. നമ്മൾ അവരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവർ റെസ്പെക്ട് ചെയ്യണം. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്. ഇവിടെ ഹോസ്പിറ്റൽസിൽ കാണാറുണ്ട് ഡയാലിസിസ് കോർഡിനേറ്റർ. ഡയാലിസിസ് കോർഡിനേറ്റർ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നാണ് ഇനി പറയുന്നത് കേട്ടോ. ഇത്രയും ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഞാൻ വേഗം പോർഷൻ എടുക്കുന്ന വെച്ചാല് നെറ്റ് പോയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പോർഷൻ തീർക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് സ്പീഡിലാണ് എടുത്തതെന്ന് അറിയാം. അതേപോലെ നിങ്ങളുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് വേണം. കാരണം നമുക്ക് എക്സാം ഈ മന്ത് അവസാനമായിട്ട് നിങ്ങൾക്ക് എക്സാം ഉണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ എക്സാം വരാറ്. നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങണം. ഒത്തിരി സ്പീഡിലായിരിക്കും എല്ലാ ടീച്ചേഴ്സ് എടുക്കുന്നത് പോർഷൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ ക്ലാരിഫൈ ചെയ്ത് പോകാനായിട്ട് നോക്കാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമ്മള് എടുത്തത് ഡയാലിസിസ് സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. പിന്നെ പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, എക്സാം 1 വീക്ക് മുമ്പ് അറിയിക്കും. നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ഉണ്ടാവായിരിക്കും. മെയിൽ കൺഫേം ആയിട്ടില്ല കേട്ടോ. ഓക്കെ, ഒന്ന് നോക്കിയൊന്ന് വായിച്ചു നോക്കി. എല്ലാവരും വായിച്ചു നോക്കി. ഫസ്റ്റ് കേട്ടോ, ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിന്റെ എക്സാം ഒരുമിച്ച് നടത്തുന്നുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളും ഒരുമിച്ച് എക്സാം, തേർഡും ഫോർത്ത് മൊഡ്യൂളും ഒരുമിച്ച് എക്സാം. ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സ് ഒന്നും കൂടി പറയണോ? നമ്മൾ ഹോസ്പിറ്റലിന്റെ അകത്ത് കുറച്ച് പ്രോപ്പർ ആയിട്ട് കുറച്ച് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് പെട്ടെന്ന് തലകറക്കമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്ന രീതിയിൽ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൊടുക്കാം. കുറച്ച് എയർ കണ്ടീഷനിങ് ആയിട്ടുള്ള ഏരിയാസ് എന്ത് ചെയ്യാൻ പ്രിഫർ ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം, ഡയാലിസിസ് മെഷീൻസ് വെക്കാം. ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസ് കുറച്ച് റിസ്കിയാണ്. ഹീമോഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് റിസ്കിയാണ്. അപ്പൊ അവർക്ക് ബി കുറഞ്ഞു പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാൻസുകളൊക്കെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ
എക്യുപ്മെന്റ്സ് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ CPR ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ CPR ഒക്കെ കൊടുക്കാനുള്ള മെഷീൻസ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കണം. പിന്നെ എന്താ പറഞ്ഞത്, രോഗികളുടെ സ്വകാര്യത സംരക്ഷിക്കണം. രോഗികളെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഐസൊലേഷൻ റൂംസ്, പേഷ്യൻസ് കുറച്ച് റിസ്കി ആയിട്ടുള്ള പേഷ്യൻസോ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യണ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഐസൊലേറ്റഡ് റൂംസുകളിലായിരിക്കും ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ബാക്കിയുള്ള പേഷ്യൻസിനും നമ്മുടെ ഡയാലിസിസ് സ്റ്റാഫുകൾക്കും അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ പറഞ്ഞിട്ട് ഡയാലിസിസ് സെന്റേഴ്സ് എപ്പോഴും സൈൻ ബോർഡ്സുകൾ എന്ത് ചെയ്യണം, സൈൻ ബോർഡ്സുകൾ എക്സിബിറ്റ് ചെയ്തിരിക്കണം, കാണിച്ചിരിക്കണം. കാരണം ഇന്ന ഡയാലിസിസ് ആണ്, ഇന്ന സ്റ്റെപ്പുകളാണ്, ഇന്ന കാര്യങ്ങളാണ് ഡയാലിസിസ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫുഡ് ഡയറ്റീഷ്യൻ പറഞ്ഞിരിക്കുന്ന ഫുഡുകൾ ഇന്നതൊക്കെയാണ്. അതേപോലെ തന്നെ എല്ലാ സൈൻ ബോർഡ്സും അവിടെ പറഞ്ഞിരിക്കണം. 2 ലാംഗ്വേജസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ മദർ ടങ് ലോക്കൽ ലാംഗ്വേജ് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കണം. രണ്ടാമത്തത് കോമൺ ആയിട്ട് ഇപ്പൊ ഇംഗ്ലീഷ് ആയിരിക്കും. കോമൺ ആയിട്ട് ഇംഗ്ലീഷിലും ഒരു സൈൻ ബോർഡ്സുകൾ 2 ലാംഗ്വേജുകൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഒന്ന് ലോക്കൽ ലാംഗ്വേജ്, മറ്റൊന്ന് ഇംഗ്ലീഷ്. അങ്ങനെയാണ് ഇപ്പൊ എല്ലാ ഹോസ്പിറ്റൽസിലും ചെയ്യാറ്. ഓക്കെ, ഒന്ന് വായിക്കട്ടോ. വായിച്ചു നോക്കി എല്ലാവരും. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ എടുത്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡയാലിസിസ് കോർഡിനേറ്ററുടെ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മളിപ്പോ ഡയാലിസിസ് ചെയ്യുമ്പോൾ പേഷ്യൻസ് ആയിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്ന ആർക്കാണ്? ഈ ഡയാലിസിസ് കോർഡിനേറ്റേഴ്സിനായിരിക്കും. പേഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്ന ആർക്കാണ്? ഡയാലിസിസ് കോർഡിനേറ്റർക്കാണ്. നമ്മൾ ഈ പേഷ്യൻസിന് നല്ല രീതിയിലൊരു എന്താ പറയാ, അവരവിടെ ഡയാലിസിസ് ചെയ്യുമ്പോൾ അവർ സേഫ് ആണ്. അവർ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആക്കാനായിട്ട് ആദ്യം ശ്രമിക്കണം ഡയാലിസിസ് കോർഡിനേറ്റർ ശ്രമിക്കണം. അതേപോലെ തന്നെ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, അവർക്ക് ആ സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും അത് പരിഹരിക്കാനും ആര് മുൻകൈ എടുക്കണം? ഡയാലിസിസ് കോർഡിനേറ്റർ മുൻകൈ എടുക്കണം. ദെൻ നമ്മുടെ പേഷ്യൻസിനോടും സ്റ്റാഫുകളോടും എന്ത് ചെയ്യണം? ഡിഫറെന്റ് ലെവൽസിലുള്ള സ്റ്റാഫിനോട് നല്ല രീതിയിൽ എന്ത് വേണം? ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. കാരണം ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പേഷ്യൻസിന്റെ എന്താ പറയാ അവസ്ഥ ക്രിട്ടിക്കൽ ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലംസ് പരിഹരിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ എന്താണ് ഡിസ്ചാർജ് പ്ലാൻസിനെ കുറിച്ചിട്ടും അതേപോലെ കമ്മ്യൂണിറ്റി സർവീസുകളെ കുറിച്ചിട്ടും വ്യക്തമായ ഒരു ധാരണ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഡയാലിസിസ് കോർഡിനേറ്റർക്ക് പറ്റും. ഇനി അവർക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ വെരിഫിക്കേഷൻ പ്രോസസ്സും അതേപോലെ ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഡയാലിസിസ് കോർഡിനേറ്റർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി പറഞ്ഞാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം. ഡയാലിസിസ് കോർഡിനേറ്റർ എല്ലാ ഹെൽത്ത് കെയർ ടീമായിട്ടും ഒരു എന്ത് വേണം? ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ പേഷ്യന്റ് ക്രിട്ടിക്കൽ ആണെന്ന് വിചാരിക്കും. പെട്ടെന്ന് കാർഡിയക് അറസ്റ്റ് വന്നെന്ന് വിചാരിക്കും. കാർഡിയക് അറസ്റ്റ് എന്താണ്? ഹാർട്ട് അറ്റാക്ക് എന്തെങ്കിലും ഹാർട്ടിലേക്കുള്ള ബ്ലഡ് പമ്പിങ് സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിന് ഹെൽപ്പ് വേണം? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് ഹെൽപ്പ് വേണം. സോ
സോ നമുക്ക് ആ പേഷ്യന്റിനെ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയണം ആ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എന്ത് വേണം, കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ഇനി നമ്മുടെ പേഷ്യൻസിനെ ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുവരുന്നതും അതേപോലെ ഡയാലിസിസ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത് ഡയാലിസിസ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പേഷ്യൻസിന്റെ ട്രാൻസ്പോർട്ടേഷനും തിരിച്ചു പോകും. അത് നമ്മൾ ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇനി നമ്മള് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് ഉണ്ട്, റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പേഷ്യന്റ് റെക്കോർഡ് എന്ന് പറയും, അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്. ആ മെഡിക്കൽ റെക്കോർഡ്സ് കറക്റ്റ് ആണ്, പ്രോപ്പർ ആണ് മെയിൻറ്റെയിൻ ചെയ്യണത് എന്നുള്ള കാര്യങ്ങളിൽ ഉറപ്പുവരുത്തുന്നത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. അതേപോലെ എന്തെങ്കിലും ഫയൽസ് എന്തെങ്കിലും നമ്മൾ റെക്കോർഡ് കീപ്പ് ചെയ്യാം. അതേപോലെ ഡോക്യുമെന്റ് ഫ്രം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫയലിംഗ് സിസ്റ്റം, അപ്പൊ അവിടെ നിന്നുള്ള റെക്കോർഡ്സ് ഒക്കെ തിരിച്ചു വാങ്ങിക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. അത് കൂടാതെ പേഷ്യൻസിന്റെ ഷെഡ്യൂൾ, അപ്പോയിന്റ്മെന്റ്സ്, അതേപോലെ അപ്പോയിന്റ്മെന്റ് ഇന്ന ദിവസമാണെന്ന് അവരെ റിമൈൻഡ് ചെയ്യണം. ചില പേഷ്യൻസ് ഒക്കെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസിന്റെ ഒക്കെ വീട്ടിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് റിമൈൻഡർ കോൾ വരും. ഒരു ദിവസം മുമ്പായിട്ടോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പായിട്ട് പറയും നെക്സ്റ്റ് ഡയാലിസിസ് ഇന്ന ദിവസമാണ്, അപ്പൊ അതിനെ പ്രിപ്പയർ ആയിരിക്കണം, രാവിലെ ഇന്ന ടൈമിൽ എത്തണം, ഇന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും റിമൈൻഡേഴ്സ് വരാറുണ്ട്. ഇപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിനൊക്കെ റിമൈൻഡേഴ്സ് സാധാരണ രീതിയിൽ പേഷ്യൻസിന് വരാറുണ്ട്. അപ്പൊ നോക്കാം നമുക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ എന്ന്. Make sure that clinical team provide highest level of care to the patient by take care of their safety, comfort and well-being. നമ്മൾ ഉറപ്പുവരുത്തണം, ഡയാലിസിസ് കോർഡിനേറ്റർ ആണ് എന്ത് ഉറപ്പുവരുത്തുന്നത്? നമ്മുടെ പേഷ്യൻസിന് ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ ആണ് കിട്ടുന്നത്, ഏറ്റവും ബെസ്റ്റ് കെയർ ആണ് നമ്മുടെ ഓർഗനൈസേഷൻ നമ്മുടെ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തണം. ആ പേഷ്യൻസിന്റെ സേഫ്റ്റി, അവരുടെ കംഫർട്ട്, അവരുടെ വെൽബീയിങ് ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അവർക്ക് എന്ത് കൊടുക്കേണ്ടത്? കെയർ കൊടുക്കേണ്ടത്. അത് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്തം ആരുടെ? ഡയാലിസിസ് കോർഡിനേറ്ററിനാണ്. Examine and solve the problems that fall outside of the domain of the nurse, clinical and concerned patient care and management are associated with the other department and care providers. ഈ മറ്റു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ കെയർ പ്രൊവൈഡേഴ്സ് ആയിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രോബ്ലംസ് ആരായിട്ട് പേഷ്യൻസിന് ഉണ്ടെങ്കിലോ, അപ്പൊ ആ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പരിഹരിക്കാനായിട്ട് ആര് ശ്രമിക്കണം? ഡയാലിസിസ് കോർഡിനേറ്റർ ശ്രമിക്കണം. Gather, assess, screen and response a wide range of requests for information from the patient. പേഷ്യന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് റിക്വസ്റ്റുകൾ ഉണ്ടാവും. പ്രോപ്പർ ആയിട്ട് അവിടെ വാട്ടർ സപ്ലൈ വേണം എന്നൊരു റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ മാക്സിമം അവർക്ക് കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടെ വാട്ടർ സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. ആൻഡ് അതർ സ്റ്റാഫ് ഫോർ ദ റെപ്രസെന്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഈ വേറെ എന്തെങ്കിലും ലെവൽസിനുള്ള സ്റ്റാഫുകളുടെ എന്തെങ്കിലും കൺസേൺസോ അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പോൺസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അത് പരിഹരിക്കാൻ ശ്രമിക്കണം. Helps in development and implementing of discharge plans. Discharge എന്നത്തേക്ക് ഡിസ്ചാർജ് ആവാം, ഡിസ്ചാർജ് പ്ലാൻസ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, അത് ഡെവലപ്പ് ചെയ്യാനുള്ളത് ആരുടെ ഉത്തരവാദിത്തത്തിൽ വരും? ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തത്തിൽ വരും. ഇൻക്ലൂഡിങ് ആക്ട് കമ്മ്യൂണിറ്റി സർവീസ്. ഇനി കഴിഞ്ഞാൽ ഏത് കമ്മ്യൂണിറ്റി സർവീസ് ആണ് നല്ലതെന്നുള്ള കാര്യങ്ങളൊക്കെ ഡയാലിസിസ് കോർഡിനേറ്റർ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂ. നമുക്ക് ഇൻഷുറൻസ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ട്, നമ്മുടെ വെരിഫിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഇൻഷുറൻസ് ആയിട്ട് കഴിക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡയാലിസിസ് കോർഡിനേറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്. അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂ റിക്വയർഡ് ടു ഗെറ്റ് ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഫെസിലിറ്റി വെരിഫിക്കേഷൻ പ്രോസസ്. വെരിഫിക്കേഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡയാലിസിസ് കോർഡിനേറ്റർ ആയിട്ട് കൂടെ എന്ത് ചെയ്യും? പ്രവർത്തിച്ചത് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. ലിങ്ക് ബി ഇൻ കോണ്ടാക്ട് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം ഇൻ പർപ്പസ്ഫുൾ. നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഹോസ്പിറ്റൽസിലുള്ള ബാക്കിയുള്ള മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം വെച്ചാൽ ബാക്കിയുള്ള ടീമുകളുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് പെട്ടെന്ന് ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വരികയാണെങ്കിൽ നമുക്ക് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഹെൽപ്പ് വേണം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരായിട്ട് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഒരു കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഗോൾ ഡയറക്റ്റഡ് ഫാഷൻ. അതിലെന്തൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ ചെറിയ രീതിയിൽ പറയാം. ഗോൾ ഡയറക്റ്റഡ് ആയിട്ട് നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ പേഷ്യന്റ് സേഫ്റ്റിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. വർക്ക് എഫിക്കലി ടു മാക്സിമൈസ് ദി എഫക്റ്റീവ്നെസ് ഓഫ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. നമ്മുടെ ഫെസിലിറ്റിയിലെ എല്ലാ റിസോഴ്സും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ആര് ശ്രമിക്കണം?
ഡയാലിസിസ് കോർഡിനേറ്റർ ശ്രമിക്കണം. ഹെൽപ്സ് ഇൻ establishing transport of the patient to or from the dialysis facilities. നമ്മളുടെ ഈ ഡയാലിസിസ് ഫെസിലിറ്റീസിലേക്ക് പേഷ്യൻസിന്റെ ട്രാൻസ്പോർട്ടും പേഷ്യൻസിന് അവിടെ നിന്ന് അവരുടെ സേഫ് ആയിട്ടുള്ള വീട്ടിലേക്കുള്ള ട്രാൻസ്പോർട്ട് നമ്മളൊന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യണം. മോണിറ്റർ ആൻഡ് റെക്കോർഡ് ആൻഡ് അപ്ഡേറ്റ് ഇൻഫർമേഷൻ. ഓരോ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാം, അവരുടെ കാര്യങ്ങൾ റെക്കോർഡ് കീപ്പ് ചെയ്യാം. പിന്നെ ആ ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്യാം. ഇങ്ങനെ ഡയാലിസിസ് ചെയ്തു, ഇന്ന ദിവസമായിരുന്നു ഡയാലിസിസ്, ഇത്ര മണിക്കൂറായിരുന്നു എന്നുള്ള കാര്യങ്ങൾ, ഈ സമയത്ത് ഇന്ന സൈഡ് എഫക്റ്റുകളെല്ലാം കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെക്കോർഡിൽ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. പ്രിപ്പയർ ഫയൽസ്, retrieves and keep records and documents from Department of Field System എന്നാണ് ഫയൽ സിസ്റ്റം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫയൽ സിസ്റ്റം. നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യണം. ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മുടെ റെക്കോർഡ്സ്, ഡോക്യുമെന്റ്സ്, ഫയൽസ് എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. അറ്റൻഡ് ഡെയിലി റൗണ്ട്സ്. നമ്മൾ എല്ലാ ദിവസവും റൗണ്ട്സ് അറ്റൻഡ് ചെയ്യണം. ഇന്ന് എത്ര പേഷ്യൻസ് ഉണ്ട് ഡയാലിസിസ് ചെയ്യാനായിട്ട്, ഇന്ന പേഷ്യൻസ് ഇന്ന ഇത്ര ടൈംസ് ഡയാലിസിസ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന പേഷ്യന്റ് ഇന്ന ദിവസമാണ് വന്നാൽ ഡെയിലി റൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാം. അവരോട് കമ്മ്യൂണിക്കേഷൻ കൊടുക്കാം. ഡയാലിസിസ് ചെയ്യുന്നവരോട് ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഒന്ന് എന്ത് ചെയ്യാം, പെരുമാറാനായിട്ട് ശ്രമിക്കാം. പെരുമാറാം. മീറ്റിംഗ് ടു ഡിസ്കസ് ഷെഡ്യൂൾസ്. ഇനി നെക്സ്റ്റ് ഡയാലിസിസ് എന്ന് വെക്കണം എന്നുള്ള കാര്യങ്ങൾ അവരോട് ഡിസ്കസ് ചെയ്യാം. പേഷ്യന്റ് റിക്വയർമെന്റ്സ് അനുസരിച്ച് അത് എന്ത് ചെയ്യാം, നമ്മൾ ഷെഡ്യൂൾ ചെയ്യാം. കണ്ടിന്യൂ ടു ഇംപ്രൂവ്മെന്റ് എഫേർട്ട് ആൻഡ് റിമൈൻഡേഴ്സ്. നമ്മളെ എഫേർട്ട് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ എഫേർട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റെപ്സുകൾ എടുക്കാം. പിന്നെ റിമൈൻഡേഴ്സ് കൊടുക്കാം. എന്തെങ്കിലും നമ്മുടെ ഡയാലിസിന്റെ കാര്യം പറഞ്ഞപ്പോ ഫോൺ ചെയ്ത് ഇൻഫോം ചെയ്യുമെന്ന് പറഞ്ഞു, ഇന്ന നെക്സ്റ്റ് ഡയാലിസിസ് ഇന്ന ദിവസമാണ്, ഇന്ന കാര്യങ്ങളാണ് എന്നുള്ളത് ഫോൺ ചെയ്ത് ഇൻഫോം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. നോക്കാം കേട്ടോ, ഞാൻ ഇതിനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. റെസ്പോൺസിബിലിറ്റീസ് മാക്സിമം നിങ്ങളിപ്പോ ഡയാലിസിസ് കോർഡിനേറ്ററിന് മാത്രമേ റെസ്പോൺസിബിലിറ്റി പഠിക്കണുള്ളൂ. സോ നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണേ. Who attend daily routines and meetings to discuss next schedule for dialysis with the patient's requirements and continue to improve the efforts and reminders for next dialysis. Who ആണ് ചോദിച്ചത്? Who അങ്ങനെയുള്ള ആരാണ് ഇന്ന റെസ്പോൺസിബിലിറ്റി, ആരുടെയാണ് ഇന്ന റെസ്പോൺസിബിലിറ്റി ചോദിച്ചത്. ഡയാലിസിസ് കോർഡിനേറ്റർ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ. Who examine and solve the problems that fall outside of the domains of the nurse clinic, concerned patient care and management and associated with the other department and care providers in dialysis centers. അല്ലെങ്കിൽ ഡയാലിസിസ് അങ്ങനെ ചോദിക്കാം. ഡയാലിസിസ് പേഷ്യന്റ് കെയർ എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ എന്താ പറയാ, ഇത് ആൻസർ ആയിരിക്കും. ക്വസ്റ്റ്യൻ വന്നത് ഈ ഓരോന്നും നമുക്ക് ഈ റെസ്പോൺസിബിലിറ്റീസ് ചോദിച്ചുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻ വന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വന്നത്. Who helps in development and implementation of proper implementation of discharge plan, including apt community service relating to dialysis service. No, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോഴും നമുക്ക് ആൻസർ എന്താ പറയുക, ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. അപ്പൊ അവർ കറക്റ്റ് അല്ലെങ്കിൽ ഒരുപാട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ മാക്സിമം ഈ റെസ്പോൺസിബിലിറ്റീസ് പഠിച്ചു കൊടുക്കാം. ഇത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ളൂ, ഒരു വ്യക്തിനെ കുറിച്ചുള്ള ഇത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. നമുക്ക് ഇനി വരുമ്പോ ഒരുപാട് ഉണ്ടാവും. അപ്പൊ ഡെയിലി അതങ്ങനെ പഠിച്ചു പോവാം. ഈ പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, താഴെ പറയുന്നത് പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓഡ് വൺ ഔട്ട് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ്. മാക്സിമം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയത് റെസ്പോൺസിബിലിറ്റി ഓഫ്, സോറി കേട്ടോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഒന്ന് വായിച്ചു നോക്കിയേ. ഡയാലിസിസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് വായിച്ചു നോക്കിയേ. എന്തൊക്കെയാണ് ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ നമ്മൾ വിചാരിക്കും ഏതെങ്കിലുമൊക്കെ 3-4 വായിച്ചു വെച്ചാൽ മതി, അത് മാത്രം പഠിച്ചാൽ മതിയെന്നോ.
എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് കേട്ടോ. ഈ റെസ്പോൺസിബിലിറ്റി ഒക്കെ വരുമ്പോൾ കുറച്ച് റിസ്ക്കാണ്. എല്ലാവരും നമ്മൾ പഠിക്കുന്നതിന് വരും മനസ്സിലാക്കി വെക്കുക. ഇന്ന റെസ്പോൺസിബിലിറ്റി ആണ് ഷോർട്ട് ആയിട്ടേ മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതൊക്കെ നമുക്ക് ആൻസർ ചെയ്യുമ്പോ ഇന്നതാണ് എന്നുള്ളത്. വേറെ ഏതെങ്കിലും ജോബിന്റെ അല്ലെങ്കിൽ ജോബ് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി പഠിച്ചിട്ടുണ്ടോ? വേറെ റെസ്പോൺസിബിലിറ്റി ഒന്നും പഠിച്ചിട്ടില്ലല്ലോ നിങ്ങൾ വേറെ ചാപ്റ്ററുകളിൽ? ഓക്കെ, എനിക്ക് തോന്നുന്നു ഇനി വേറെ നേഴ്സിന്റെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് ചിലപ്പോ കമ്പൈൻഡ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മാറിപ്പോയത് കേട്ടോ, റെസ്പോൺസിബിലിറ്റി മാറിപ്പോയത്. ഡയാലിസിസ് കോർഡിനേറ്റർ റെസ്പോൺസിബിലിറ്റി, നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി മാറിപ്പോയത്. ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പം ഇത്രയുമാണ് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലായിരിക്കും പറഞ്ഞിട്ട്. ഓക്കെ, നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ റെസ്പോൺസിബിലിറ്റി പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ അത് പഠിക്കുക. ഈ ചാപ്റ്റർ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക. കാരണം ഇനി നമുക്ക് പഠിക്കാൻ ടൈമില്ല. എക്സാം വരെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇനി പിന്നൊരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ടൈം ആയിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്. പക്ഷെ ടൈം ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, പഠിക്കുക, മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. 1 or 2 പ്രാവശ്യം നല്ല രീതിയിൽ ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കുക. കാണാപ്പാഠം പഠിക്കണമെന്ന് അങ്ങനൊന്നും ഞാൻ പറയില്ല. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. മോക്ക് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ നോക്കാം. പിന്നെന്താണ്, ഇനി എനിക്കൊരു ചാപ്റ്ററും കൂടി എടുക്കാനുണ്ട്. ബ്ലഡ് ബാങ്ക് ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഞാൻ എടുക്കണമായിരിക്കും. നിങ്ങൾ എക്സാമിന് മുമ്പത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ റിവൈസ് ചെയ്യാം. അതിന്റെ മുമ്പത്തെ ചാപ്റ്റർ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടാവും? ക്ലാസിഫിക്കേഷൻ, അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ്സ്. പിന്നെ എടുത്തത് മെഡിക്കൽ ടെർമിനോളജി ആണ്. മെഡിക്കൽ ടെർമിനോളജി ടഫാണ്. ക്ലാസിഫിക്കേഷൻ ടഫാണ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. മെഡിക്കൽ ടെർമിനോളജി അതിനേക്കാളും ടഫാണ്. അപ്പൊ അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത് മാത്രം പഠിക്കാം. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് മാത്രം നല്ല രീതിയിൽ പഠിച്ച് എക്സാം എഴുതാനായിട്ട് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ബ്ലഡ് ബാങ്ക് എടുക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞതെല്ലാരും വായിച്ചോ? ഈ പോർഷൻ വായിച്ചോ? ലാസ്റ്റ് വരെയും വായിച്ചോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? വായിച്ചു നോക്കാം കേട്ടോ. നമ്മൾ കാണാപ്പാഠം പഠിക്കുക അല്ലെങ്കിൽ പാരഗ്രാഫ് മുമ്പ് ഡിഗ്രിക്കോ PGക്കോ ഒക്കെ ചെയ്തപ്പോ നിങ്ങൾ ചെയ്ത പോലെ പാരഗ്രാഫ് എഴുതേണ്ടതല്ല. കാര്യം മനസ്സിലാക്കുക, അത് ആൻസർ ചെയ്യുന്നത്. അപ്പോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒന്ന് പഠിക്കുക. ബാക്കി പഴയ ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്ത് വീണ്ടും നല്ല രീതിയിൽ പഠിക്കുക, റിവൈസ് ചെയ്യുക. പഠിച്ചു വെച്ചതാണെങ്കിലും റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ആൻസേഴ്സ് നല്ല പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എക്സാമിന്റെ കാര്യത്തിലാണെങ്കിൽ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് റിവൈസ് ചെയ്യുക, സ്പീഡിലൊക്കെ ചെയ്യാനായിട്ടൊക്കെ ശീലിക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.